ഹായ്, ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് മിസ്റ്റർ ഉണ്ണികൃഷ്ണനാണ്. ആരാണ് ഉണ്ണികൃഷ്ണൻ എന്ന് അറിയണ്ടേ? നമുക്കൊന്ന് പരിചയപ്പെടാം. ഉണ്ണികൃഷ്ണൻ, വെൽക്കം ടു നെതീസ് ക്രിയേഷൻ. പിന്നെ എന്താണ് ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളൊരു ഉഗ്രൻ ആർട്ടിസ്റ്റാണ്. എന്തൊക്കെയാണ് ആളുടെ വർക്കുകൾ എന്നൊക്കെ നമുക്ക് ഇതിനു ശേഷം കാണാവുന്നതാണ്. ആദ്യം ആളെ പരിചയപ്പെടാം. ഉണ്ണികൃഷ്ണന്റെ വീട് എവിടെയായിട്ടാണ് വരുന്നത്? ഞാൻ പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം എന്നുള്ള സ്ഥലത്താണ് വീട് വരുന്നത്. പിന്നെ ആർട്ടിൻ്റെ ഭാഗമായിട്ട് കേരള ചുമർചിത്രകല അഭ്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിമെൻറ്റ് റിലീഫ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. മറ്റ് ക്രാഫ്റ്റിൻ്റെ എല്ലാ മേഖലകളിലും അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓൾ കേരള ഒരു ആർട്ടിസ്റ്റ് കൂട്ടായ്മയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള ഒരു ചുമതലയും വഹിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമാണോ വർക്ക് ചെയ്യുന്നത്? അല്ലല്ല, നമ്മൾ ഇപ്പോൾ തമിഴ്നാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടകയിലും നമ്മളൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, പാലക്കാട് ജില്ലയ്ക്ക് അഭിമാനമായിട്ട് പുറം നാടുകളിലും പോയി വർക്ക് ചെയ്യുന്ന ഒരു മികച്ച ആർട്ടിസ്റ്റ് കൂടിയാണ്. ചുമർ ചിത്രവും അതേപോലെ തന്നെ പിന്നീട് ചെയ്യുന്ന സ്കൾപ്ചറായിരുന്നു അല്ലേ? ശില്പകലയും കൈമുതലായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം. വീട്ടിൽ ആർക്കെയാണ് ഉള്ളത് ഉണ്ണികൃഷ്ണൻ? വീട്ടിൽ ഭാര്യ, 2 കുട്ടികൾ, അമ്മ, അച്ഛൻ. ഇപ്പോൾ ഉണ്ണികൃഷ്ണന്റെ കുറേ വർക്കുകളിലൂടെ ഞാൻ കുറേ വർക്ക് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. വളരെ നല്ല ഭംഗിയുള്ള വർക്കുകളാണ്. കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചാണ് ചെയ്യുന്നത് അല്ലെ? കസ്റ്റമൈസ് ചെയ്തിട്ടാണ്. അങ്ങനെ ആരെങ്കിലും പ്രത്യേകിച്ച് ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നിയ ഏത് വർക്കാണുള്ളത്? എല്ലാ വർക്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ട് ഒരുവിധം. കാരണം കസ്റ്റമർ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയാക്കി ഞങ്ങൾക്കത് ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കൊടുത്തതിൻ്റെ രീതിയിലുള്ള ഇതാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയാൻ പറ്റുന്നത് ഇരിങ്ങാലക്കുട ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ളൊരു ചുമർചിത്രമാണ്. അതൊരു ശ്രീരാമ പട്ടാഭിഷേകം എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ചുമർചിത്രമാണ്. അവിടെ അവർ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നമുക്ക് ആ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ തുകയെക്കാട്ടിലും കൂടുതൽ ആ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അവർ. അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ എന്തായിരുന്നത്? അല്ല, ശ്രീരാമ പട്ടാഭിഷേകം എന്നുള്ള ഒരു ചിത്രം. അത് അവർ എന്തൊക്കെ വേണ്ടെന്നുള്ളത് ഇങ്ങോട്ട് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ സ്കെച്ച് ചെയ്ത് അപ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കളർ ചെയ്ത് ക്ലിയർ ആക്കി എടുത്തത്. കുറേ വർക്കുകൾ ഉണ്ട്. നമുക്ക് ഓരോ വർക്കുകളായിട്ട് നോക്കാം. ഏതൊക്കെ വർക്കുകളാണ് ഉണ്ണികൃഷ്ണൻ ചെയ്തിട്ടുള്ളത്, ആ വർക്കുകളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് സിമെന്റ് വർക്കാണ്. ചുമരിൽ സിമെന്റ് വെച്ച് ചെയ്യുന്ന വർക്കാണ്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഉണ്ണികൃഷ്ണനോട് തന്നെ ചോദിക്കാം. കൃഷ്ണൻ ആൻഡ് രാധ ആണ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ പോർഷൻ ഞാൻ കണ്ടത്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അത് വോളിലാണ് ചെയ്തിട്ടുള്ളത്. പൊള്ളാച്ചിയിലാണ് നമ്മൾ ആ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 2 വീക്ക് നമ്മളത് സിമെൻറ്റ് ചെയ്തിട്ട് പോന്നു. അതിനുശേഷം പിന്നീട് ഒരാഴ്ച നമ്മളത് കഴിഞ്ഞിട്ടാണ് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. പെയിന്റിങ്ങും ഉണ്ണികൃഷ്ണൻ തന്നെ ചെയ്യും. വർക്കേഴ്സ് ഉണ്ടോ കൂടെ? 2 പേരുണ്ട്. അവരും ഇതുപോലെ ആർട്ടിസ്റ്റുകളാണ്. അടുത്തതും അതേപോലെ 3D ആയിട്ടുള്ള ഒരു സിമെന്റ് വർക്കാണ്. ഇത് പുട്ടിയിട്ടുള്ള വർക്കാണ് അല്ലേ? അത് നമ്മൾ സാധാരണ വോൾ പുട്ടി ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. സാധാ വോൾ പുട്ടി ഉപയോഗിച്ചിട്ട് സിമെന്റ് വർക്കിന്റെ അതേ ഫീലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും വോൾ പുട്ടി ഉപയോഗിച്ചാൽ. അപ്പോൾ അതുപോലെ പെട്ടെന്ന്, അതുപോലെ തന്നെ സിമെന്റ് വർക്കിന് എടുക്കുന്ന സമയത്തേക്കാൾ കുറഞ്ഞ സമയം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണത്. ചിലപ്പോൾ ഇതുപോലൊരു വർക്കൊക്കെ നമുക്ക് ഒരു 2 ദിവസം കൊണ്ടൊക്കെ ഫില്ല് ചെയ്തിട്ട് പോരാം. പെയിന്റിംഗ് ഉൾപ്പെടെ 2 ദിവസം മതിയോ? സാധാരണ എത്ര ദിവസമാണ് എടുക്കുന്നത്? സിമെന്റ് വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിത്രമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5 ഫീറ്റോ 6 ഫീറ്റോ ഒക്കെ ആണെങ്കിൽ, ഡീറ്റെയിലിംഗ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ആഴ്ച കൊണ്ടൊക്കെ ചെയ്തിട്ട് തീർക്കാം. ഇതുപോലുള്ള വർക്കുകളൊക്കെ വോൾപുട്ടി ഉപയോഗിച്ചിട്ട് അതേ സാധനം തന്നെ വോൾപുട്ടി ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ദിവസത്തിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പോരാൻ കഴിയും. ഓക്കെ, അടുത്തത് ഒരു കുടമാണ്. കുടമല്ലേ? ആ, കുടം. ഇത് ഇങ്ങനെ കാണുന്ന സമയത്ത് വലുതായിട്ട് തോന്നുന്നു. വലിയ കുടമാണോ? ഇല്ല, അത്രയൊന്നുമില്ല. അതൊരു 1 അടി ഹൈറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. 1 അടി ഹൈറ്റ് ഉള്ള ഒരു കുളത്തിന്റെ മുകളിലാണ് ചെയ്തിരിക്കുന്നത്. അതും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂറൽ പെയിന്റിംഗ് ആണ് അതിൽ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു കഥകളിയുടെ ചിത്രമാണ്. ഇത് എവിടെ? ചുമരിലല്ലേ? ആ, ചുമരിലാണ്. ഇത് സാധാരണ പെയിന്റ് ഉപയോഗിച്ച് അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അക്രിലിക് പെയിന്റിംഗ് ആണ് വീടുകളിലൊക്കെ. എല്ലാ ഒരു നിലയിലും ആളൊന്ന് കൈവച്ച് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ പോട്ടിലുള്ള വർക്കുകളൊക്കെ ചെയ്തതായിട്ട് കണ്ടു. അതൊക്കെ എവിടേക്ക് വേണ്ടി ചെയ്തതായിരുന്നു? പോട്ടില് ചെടിച്ചട്ടി. അത് പാലക്കാടുള്ളൊരു ക്ലയന്റിന്റെ ആവശ്യപ്രകാരം ചെയ്തിട്ടുള്ളതാണ്. അവര് പറഞ്ഞു തന്നിട്ട് അതിന്റെ അളവ് തന്നിട്ടുണ്ടായിരുന്നു. കല്ലാണ് അത്? സിമെന്റിൽ ചെയ്തിട്ടുള്ളതാണ്. സിമെന്റിൽ റിങ് അടിച്ചിട്ട് ആ റിങ് ഉണങ്ങിയതിന് ശേഷം അതിന്റെ പുറത്ത് ആർട്ട് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നീട് അത് കല്ലിന്റെ മോഡൽ പെയിന്റിങ്ങിൽ മാറ്റം വരുത്തിയതാണ്. ടെക്സ്ചർ പെയിന്റിംഗ് ചെയ്തതാണ്.
എക്സ്ട്രാ അതിൽ കളർ പെയിന്റിങ് ചെയ്യുമോ? ഇല്ല, ടെക്സ്ചർ പെയിന്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ടെക്സ്ചർ പെയിന്റിങ് അതിലുണ്ട്. ഓ, അത് കാണുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും തോന്നാം നാച്ചുറൽ ലുക്കാണ് അതിനുള്ളത്. നമുക്ക് ഒരിക്കലും അതൊരു വേറൊരു വർക്കാണെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അത്രയ്ക്കും നാച്ചുറൽ ആയിട്ടാണ് അത് കിട്ടിയിട്ടുള്ളത്. അടുത്ത വർക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ കാണുന്നത് ഒരു വാൾ പെയിന്റിംഗ് ആണ്. ശരിക്കും ഒരു സ്റ്റിക്കർ ഒട്ടിച്ച പോലെയാണ് എല്ലാവരും എൻ്റെ പുറകിൽ എൻ്റെ പ്രിന്റിംഗ് മെഷീൻ അത് കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ പ്രിന്റിംഗ് ചെയ്ത് അതേ ഒരു മോഡലാണ് വരച്ചെടുത്തിരിക്കുന്നത്. ഒരാളുടെ കഴിവുകളുടെ പരമാവധി അതിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. വളരെ മനോഹരമായിട്ടാണ് ആ പിക്ചർ ഇരിക്കുന്നത്. അതേപോലെ തന്നെ 2 മയിലുകളുടെയും ഒരു ഒറിജിനാലിറ്റി അതിൽ വന്നിട്ടുണ്ട്. എല്ലാം നല്ല ഒറിജിനൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അടുത്ത ഒരു വർക്കിലേക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് നമ്മൾ കാണുന്ന ഒരു ചുമർ ചിത്രമാണ്. ചുമർ ചിത്രം മ്യൂറൽ പെയിന്റിംഗ്. മ്യൂറൽ പെയിന്റിങ്ങിൽ ഇത് ചെയ്തിരിക്കുന്നത് ക്യാൻവാസിലാണ്, നേരിട്ട് ചുമരിലല്ല. അതില് കൃഷ്ണന്റെ പിക്കാണ്. അതിന് ചിലപ്പോൾ ഐതിഹ്യമൊക്കെ ആയിട്ട് ബന്ധമുണ്ടാവും. എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ആണല്ലേ? വൃന്ദാവനക്കണ്ണൻ എന്നുള്ളൊരു അങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ഉത്തർപ്രദേശിലേക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വർക്ക്. ഉത്തർപ്രദേശിക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് കൊറിയർ ചെയ്തു. ഇത് ഫ്രെയിം ചെയ്തിട്ടുണ്ടോ? ഫ്രെയിം ചെയ്തിട്ടില്ല, അത് അവർ അവിടെ നിന്ന് ഫ്രെയിം ചെയ്യണം. എന്തായാലും ക്യാൻവാസിൽ ചെയ്തിരിക്കുന്ന ഒരു പെയിന്റിംഗ് ആണ്. പ്രിന്റ് ആണെന്ന് നമുക്ക് തോന്നുള്ളൂ. അത്രയും പെർഫെക്ഷൻ ആണ്. അടുത്ത വർക്കിലേക്ക് പോവാം. അടുത്തതും ഒരു മ്യൂറൽ പെയിന്റിംഗ് ആണ്. ഇതിന് ഓരോന്നും എന്താ പ്രത്യേകത എങ്കിൽ ഒരു ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു കഥ അതിന്റെ പുറകിലുണ്ടാവും അല്ലേ? എന്തെങ്കിലും ഒരു കഥയോ അല്ലെങ്കിൽ ഒരു ഐതിഹ്യം. സന്ദർഭമാണ് വരയ്ക്കുന്നത്. ഈ സന്ദർഭം നമ്മൾ എന്തെന്നാണ് എടുക്കുന്നത്? അത് പുരാണ കഥകളെ ആസ്പദമാക്കിയിട്ട് അതിൽ നിന്നുള്ള അത്രേ ഉള്ളൂ. അത് കസ്റ്റമർ പറയോ ഇന്ന ഒരു ഭാഗം വേണം? അങ്ങനെ പറയും. ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. ശ്രീകൃഷ്ണ അത് വരയ്ക്കും. ശ്രീകൃഷ്ണ ലീല എന്ന് പറയുമ്പോൾ അത് ഗ്രേറ്റ് ആണ് കേട്ടോ. എന്തായാലും അത് നമുക്കൊരു അതിനെക്കുറിച്ച് അറിവ് വേണമല്ലോ. അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ വരയ്ക്കാൻ പറ്റുള്ളൂ. അതെന്തായാലും അത് വലിയൊരു കാര്യമാണ്. അടുത്തത് ഒരു അമ്പലത്തിലുള്ള മ്യൂറൽ പെയിന്റിംഗ് ആണ്. അമ്പലത്തിന്റെ മുമ്പിൽ ചുമരിലാണ് ചെയ്തിട്ടുള്ളത്. ക്യാൻവാസിലുള്ളത് ചുമരിലാണ് ചെയ്തിട്ടുള്ളത് അമ്പലത്തിന്റെ മുന്നില്. അതും നല്ല മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ മിക്കവാറും ഇതുപോലെ തന്നെ ആയിരിക്കും. വേറൊരു രീതിക്ക് പറഞ്ഞാൽ വിഷ്വലി ഒരുപാട് അവർക്ക് കഴിവുകൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ മേഖലകളിൽ തിളങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയും ഒരുപാട് വർക്കുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആളുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഉണ്ണികൃഷ്ണൻ.